ഇന്ന് ഉച്ചയ്ക്ക് ഊണിനായിട്ട് വീട്ടിൽ നിന്നൊരു കോഴിയെ തന്നെ പിടിച്ചൊക്കെ തട്ടി കേട്ടോ. ചില ആൾക്കാർക്ക് ഇങ്ങനെ കോഴിയൊക്കെ അവർ വളർത്തി കറി വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ വളർത്താത്തത് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ചേട്ടൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു വിഷമമൊക്കെ കാണും. ഇവിടെ ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും ദയവ് ചെയ്ത് ചിക്കൻ വാങ്ങല്ലേ, ചിക്കൻ കഴിച്ച് കഴിച്ച് മടുത്തെന്ന്. ബ്രോയിലർ ആണെങ്കിൽ ഒട്ടും വാങ്ങണ്ട, നാടൻ കോഴിയാണെങ്കിൽ ഒരു കൈ നോക്കാം. നാടൻ കോഴി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ. എന്നാൽ ചില ആൾക്കാർക്ക് ആ ബ്രോയിലറിൻ്റെ ആ ഒരു പീസ് കഴിക്കാനായിരിക്കും ഇഷ്ടം. എനിക്കെന്തോ അതിനേക്കാൾ ഇഷ്ടം നാടൻ കോഴി കഴിക്കാനാണ്. അപ്പോൾ ഇവിടെ തർക്കമായിരുന്നു ബിരിയാണി വെക്കണോ അതോ കപ്പ ഇളക്കണോ എന്ന്. അവസാനം കപ്പ ഇളക്കാന്ന് തന്നെ അങ്ങ് തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ബിരിയാണി അപ്പോഴത്തെ ആ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നതാണെങ്കിലും ആ കപ്പയും ചിക്കനും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ബിരിയാണിക്ക് കിട്ടൂല കേട്ടോ. എൻ്റെ അമ്മ കുറേ ലോഡുണ്ടായിരുന്നു ആ കപ്പ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം അരിഞ്ഞെടുത്ത് വിറകടുപ്പിൽ കൊണ്ട് വേവിക്കാനും വെച്ചു. കപ്പയെല്ലാം വെന്തിട്ട് ചിക്കൻ അടുപ്പിൽ വേവിക്കാൻ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളിയൊക്കെ വഴറ്റി നമ്മുടെ ചിക്കനും ഇട്ട് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ അടുപ്പിലോട്ട് കൊണ്ടുപോകാം. ആ സമയമാകുമ്പോൾ കപ്പയും വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഇനി കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനങ്ങ് അടുപ്പിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നല്ല കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ കപ്പയൊക്കെ ഇളക്കി വെച്ചിട്ട് നേരെ നമ്മുടെ ചിക്കനെ എടുത്ത് വിറകടുപ്പിൽ കൊണ്ടുപോയി. അവിടെ ആകുമ്പോൾ ആ തീക്കനലിൽ എല്ലാ സൈഡും ഒരുപോലെ ഇരുന്ന് തിളച്ച് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കും. അങ്ങനെ കുറച്ച് സമയം കൂടി ഇരുന്ന് വറ്റി വന്നാൽ നല്ല നാടൻ കോഴിക്കറി റെഡി.